ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മീൻ ഫ്ലേവേഴ്സ് ഫോർ യു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്യാബേജും പൈനാപ്പിളും യൂസ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഉപ്പേരിയാണ്. നല്ല ഉപ്പും പുളിയും മധുരമൊക്കെ കൂടിയിട്ടുള്ള ഒരു ഉപ്പേരീൻ്റെ റെസിപ്പിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കനോട് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഉപ്പേരി എങ്ങനെ റെഡിയാക്കാൻ നോക്കാം. ആദ്യം നമുക്കൊരു കടായി നന്നായി ചൂടാക്കി എടുക്കാം. ഇതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് കൂടി ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാബേജ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയ ക്യാബേജിൻ്റെ 1/4 ഭാഗം മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ ഓയിലിൽ ഈ ക്യാബേജിന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വെക്കുക. 1 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച പൈനാപ്പിൾ പീസസ് ചേർത്ത് കൊടുക്കുക. നല്ല മധുരമുള്ള പൈനാപ്പിൾ വേണം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഒരു മീഡിയം സൈസ് പൈനാപ്പിളിൻ്റെ 1/4 ഭാഗം മാത്രമേ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വീണ്ടും കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ പൈനാപ്പിൾ കുക്കായി കിട്ടും. ഞാൻ 1 മിനിറ്റ് കൂടുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ പൈനാപ്പിളൊക്കെ കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങേൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് തേങ്ങയിൽ 1 പീസ് വെളുത്തുള്ളിയും ഒരു വലിയ പച്ചമുളകും 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ്. ഇതുകൂടെ നമുക്ക് ഈ ഉപ്പേരിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. 1 മിനിറ്റ് നമുക്കിത് ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഈ തേങ്ങേൻ്റെയും പച്ചമുളകിൻ്റെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഉപ്പേരിയിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ ചേർത്തിട്ടില്ല. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്നു കൊടുത്ത് എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് കുറവായിരുന്നു. വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് അത്രയേ ഉള്ളൂ നമ്മുടെ പൈനാപ്പിൾ ക്യാബേജ് ഉപ്പേരി. നല്ല സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.